അങ്ങനെ നമ്മുടെ രേണുസുതി സിനിമയിലേക്ക് രേണുസുതി സിനിമയിലേക്കോ എല്ലാം ഞെട്ടിപ്പോയോ? എന്നാൽ വാസ്തവം ഇതാണ്. ഷോർട്ട് ഫിലിമുകളും ബിഗ് ബോസും കടന്ന സിനിമയിലേക്ക് ശരിക്കുമുള്ള സ്റ്റോറിയല്ല, നടന്ന സംഭവം, നടക്കാൻ പോകുന്ന സംഭവം. സംവിധായകൻ ജോഷി ജോണിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വന്തം രേണുസുതി. പ്രമുഖ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രേണുസുതി. അഭിമുഖങ്ങൾ, റീൽ വീഡിയോകൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയാണെങ്കിലും ഇന്ന് അവർ സുധിയുടെ വിധവ എന്നതിനപ്പുറം സ്വന്തമായ ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിയെടുത്തിരിക്കുന്നു. പാട്ട് പാടാനായാലും അഭിനയിക്കാനായാലും അവർ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി തന്നെയാണ്. ഇപ്പോൾ സിനിമയിൽ തിളങ്ങാൻ ഒരുങ്ങുകയാണ് രേണുസുതി. കുരുവിപ്പാപ്പ സംവിധായകൻ ജോഷി ജോണിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് നമ്മുടെ രേണു. ചിത്രത്തിൽ ദാസേട്ടൻ കോഴിക്കോടും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 30 കോഴിക്കോട് വെച്ച് ചിത്രത്തിൻ്റെ പൂജ നടക്കുമെന്ന് രേണുസുതി പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സുധി അവസാനം അഭിനയിച്ച ചിത്രമായിരുന്നു കുരുവിപ്പാപ്പ. വിനീത്, മുക്ത, ലാൽ ജോസ്, കൈലാഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മലയാളം ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായിരുന്ന രേണുസുതിക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ പാതി വഴിയിൽ ക്വിറ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാലും ഈ തിരിച്ചടി രേണുവിൻ്റെ കരിയറിന് തടസ്സമായില്ല. ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം കരിയർ പടുത്തുയർത്തുകയാണ് രേണു. ബിഗ് ബോസിന് ശേഷം ഉദ്ഘാടനങ്ങളും മറ്റുമായി തിരക്കിലാണ് നമ്മുടെ സ്വന്തം രേണുസുതി. അഭിനയിക്കാൻ പോകുന്നതിനിടയ്ക്ക് രേണുസുതിയുടെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വൈറലാവുകയാണ്. വസീകര പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. ഇതുവരെ ഇത് തീർന്നില്ലേടാ എന്നാണ് പലരും ചോദിക്കുന്നത് രേണുസുതിയോട്. പക്ഷേ നേരിട്ടല്ല, പക്ഷേ വിമർശനങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം? വസീകര ഗാനം ആലപിച്ച് രേണുസുതി ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിരിക്കുകയാണ്. മിന്നലെ എന്ന ചിത്രത്തിൽ ബോംബെ ജയശ്രീ പാടി മനോഹരമാക്കിയ ഗാനമാണ് രേണുസുതി ആലപിച്ചത്. ഒരു പരിപാടിയിൽ അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെത്തിയതായിരുന്നു താരം. എന്നാൽ പാട്ടിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. പാട്ടൊന്ന് മാറ്റി പിടിക്കാമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ബിഗ് ബോസിലാണ് രേണുസുതി ആദ്യമായി വസീകര ഗാനം ആലപിക്കുന്നത്. പിന്നെ ഗാനത്തിന് ശ്രദ്ധ ലഭിച്ചതോടെ ഗൾഫിൽ നിന്ന പരിപാടിയിൽ ഉൾപ്പെടെ രേണുസുതി ഇതേ ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഓപ്പൺ സ്റ്റേജിൽ ഇത്ര കോൺഫിഡൻസോടെ പാടണമെങ്കിൽ രേണുസുതി പൊളിയാണ് എന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ വീണ്ടും ഇതേ ഗാനം ആവർത്തിച്ചതിനു പിന്നാലെയാണ് വേറെ പാട്ട് പാടാനുള്ള ആവശ്യം ഉയർന്നു വന്നത്. എന്നാൽ പാട്ട് കേട്ട് മടുത്തു, ഒന്ന് മാറ്റിപ്പിടി എൻ്റെ ചേച്ചി, ഇത് തീർന്നില്ല ഇതുവരെ എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ. എന്നാൽ ആരാധകരുടെ നിർബന്ധന പ്രകാരമാണ് ഈ പാട്ട് രേണു വീണ്ടും പാടേണ്ടി വരുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അതും ശരിയാണ്. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ താരമാണ്. അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോയിലൂടെയും അതുപോലെ ഷോർട്ട് ഫിലിമുകളിലൂടെയൊക്കെയാണ് രേണുസുതി മീഡിയയ്ക്ക് സുപരിചിതനായത്. രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ രേണുസുതി ഫ്ലവർ അല്ലട ഫയർ ആണട എന്ന് ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് താരം എത്തിയത്. അതുപോലെ തന്നെ ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ടുകളും നമുക്ക് അവർക്ക് കൊടുക്കാം. അവരും അവരുടെ കഴിവിനനുസരിച്ചിട്ട് പൊങ്ങി ഉയരട്ടെ ആകാശത്തിലേക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.